ഇതാ മോനെ നമ്മൾ മെയിനായിട്ടാണ് വരുന്നത്. അടിപൊളി സാധനം. ഹലോ ഗായ്സ്, പിന്നെ നമ്മൾ വന്നിരിക്കുകയാണ് പുതിയ ഫർസർ ഫെരീസ് ഗായ്സ്. പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ചെയ്യണത് പുതിയൊരു വലിയൊരു സ്ലൈം ഉണ്ടാക്കാണ് ഗൈസ്. അപ്പൊ നമ്മൾ വില വയ്ക്കാൻ പോയല്ലോ. ഇതിനൊരു ഹായ് പറഞ്ഞ. ഹലോ ഫേരീസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇൻട്രോ ഒക്കെ മോൻ കൊടുത്തിട്ടുണ്ട്, എന്നാലും എൻ്റെ വക ഒരു ഇൻട്രോ കിടക്കട്ടെ. രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. എന്തിനതിനോ? പാടയില പറിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ആദ്യം വേറൊരു സ്ഥലത്തായിരുന്നു പാടയില കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം ഉണ്ടാക്കുന്നത് വലിയ സ്ലൈം ആയതുകൊണ്ട് നമുക്ക് തോനെ വേണമായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെറുതെ ഒന്ന് ഈ പറമ്പിലേക്ക് നോക്കിയപ്പോഴാണ് അതാ കിടക്കുന്ന ഇഷ്ടം പോലെ പാടയിലല്ലേ ഇതിനോ. അപ്പോൾ പിന്നെ ഇത്രയും തോന നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് പറിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വള്ളിയോടൊക്കെ തന്നെ അവിടെയുള്ള മാക്സിമം പാടയിലൊക്കെ നമ്മൾ പറിച്ചിരുന്നില്ലേ. അതിനോ ആരാ അത് രണ്ടാള് കൂക്കിട്ടാണേ. ഞാൻ കൂക്കിട്ട അങ്ങനെ കൂക്കിടുന്ന മതി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? ഓ ഇവിടെ ക്ലീൻ ആക്കണം. ഈ പറമ്പ് നമുക്കൊന്ന് ക്ലീൻ ആക്കണം. തോനെ കിട്ടിയല്ലേ? അതവിടെ മുളിച്ചതാ ചെറുത്. ഈ കവറ് ഉള്ളു നിറഞ്ഞു ഒരു കുട്ടേനേതാ പുറത്തേക്ക് പാടി. അതിനിടയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല, ആ പോകുന്ന ഫാമിലിയെ നമുക്ക് കുറേ പാടയില പറിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ സ്കൂളില്ലാത്ത ദിവസം മഷിട്ട് നോക്കിയാൽ പോലും കാണാത്ത ആളാണ്. സ്ലൈം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എവിടെയാണെങ്കിലും പിന്നെ ഓടി വന്നോളും. പിന്നെ ഇതുപോലെയുള്ള അൽക്കുലത്ത് പരിപാടികൾക്കൊക്കെ ഞാനും ഓല കൂടെ കൂടുന്നത് ഓൽക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ. ഓൽക്ക് മാത്രമല്ല എനിക്കും ഇഷ്ടമാണ്. ഇതാ ഇവിടെ ഇവിടെ മല കയറ പോവല്ലേ. പുഴുവൊന്നുമില്ലല്ലോ അല്ലേ. പുഴുവിനൊക്കെ നമുക്ക് ഞരടി പിയ്യണം കേട്ടോ. ഈ ആശാനക്ക് ഇവിടെ ഇരുന്നിട്ട് ഇരിപ്പൊട്ടണില്ലല്ലോ ആശാനെ കേട്ടല്ലേ. അങ്ങനെ ഈ ഒരു പരിപാടി ഇവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ കുറച്ച് പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിയുമ്പോഴേക്കും ഇവരും ഈ ഒരു സംഭവം റെഡിയാക്കി വെച്ചു. നമ്മൾ ഇല വറച്ച് വന്നിരിക്കുകയാണ് ഗൈസ്. ഇതിലും നിറച്ച് ഇലുണ്ട് ഗൈസ്. നമുക്ക് ഉണ്ടാക്കണ്ടേ? ഇതിലും കുറച്ച് വെള്ളം വെച്ച് എനിക്ക് കൈയിട് അരടി കൂടെ. ഇത് നേരണ്ടാ അറിയില്ല. ആ അരടി കൂടെ വെള്ളം കുടിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയെ. നമ്മളെ വെള്ളം ഒഴിക്കുക. നമ്മൾ സ്ലൈം റെഡി ആയിട്ടുണ്ട്. ഞാൻ പീനെ കാണിച്ചു തരാം.
ഈ ഇല ഈ ഒരു പരുവായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പാടൊന്നുമല്ല, കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും കുഴച്ചിട്ടായിരിക്കും ഈ ഒരു പരുവം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മിക്സിയിലിട്ടിട്ട് മിക്സർ ഗ്രൈൻഡറിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ജ്യൂസാക്കി എടുത്താൽ പോരെയെന്ന്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പുഡിങ്ങിൻ്റെ അല്ലെങ്കിൽ സ്ലൈമിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടൂല കേട്ടോ. ആ ഒരു കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ കൈ കൊണ്ട് കുഴയ്ക്കന്നെ വേണം. പിന്നെ എൻ്റെ ഒരു ഡൗട്ട് തീർക്കാനും നിങ്ങളുടെ ഒരു ഡൗട്ട് തീർക്കാനും വേണ്ടിയിട്ട് ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസാക്കിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ട്. അത് ഞാൻ എന്തായി ആ ഒരു റിസൾട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം ലാസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് ഇതൊന്ന് അയച്ചാലോ? ആദ്യം നമ്മൾ പുട്ടുംകുറ്റിയുടെ ഷേപ്പിലാണ്, അതായത് പുട്ട് സ്ലൈമാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഞാൻ വിചാരിച്ചു വലിയ പുട്ടുംകുറ്റിയാണെന്ന് വിചാരിച്ചു. ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പുട്ടുംകുറ്റിയാണ്, അധികം നമ്മൾ യൂസ് ചെയ്യാത്ത. അതുകൊണ്ട് കുറച്ച് വലുതാണെന്ന് വിചാരിച്ചിട്ടായിരുന്നു കുറേ ഇല പറിച്ച് കൊണ്ടുവന്ന് ഒഴിച്ച് നോക്കിയോ പെട്ടെന്ന് തന്നെ പുട്ടുംകുറ്റി നിറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ 2-3 ഷേപ്പിൽ നമുക്ക് സ്ലൈം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു ബൗൾ എടുത്തിട്ട് ബാക്കിയുള്ളത് ആ ബൗളിൽ ഒഴിച്ചു. പിന്നെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് ജ്യൂസാക്കിയിട്ട് നമ്മൾ വേറെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. ഒരു പുഡിങ് പോലെ ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമുണ്ടായിരുന്നു. ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരി ഇങ്ങനെ എടുക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മളിതാ വെയിലത്ത് വെക്കാൻ പോവാണ്. കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് നന്നായിട്ട് ജ്യൂസാക്കിയിട്ട് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് കുറച്ച് നേരം വെയിലത്ത് വെക്കണം. ഒരു 2-3 മണിക്കൂർ നമ്മൾ വെയിലത്ത് വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോഴാണ് ഈ ഒരു സംഭവം സെറ്റ് ആവുന്നത്. ഗൈസ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ബൗളിലുള്ളത് എന്തായി, സെറ്റായോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ അരച്ചെടുത്തത് കേട്ടോ, അരച്ചെടുത്ത സ്ലൈം. ഇത് നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. അത് മാത്രമല്ല ഇത് നല്ല രീതിയിൽ കട്ടിയിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നൊന്നുമില്ല. പക്ഷെ സോഫ്റ്റ് അല്ല കേട്ടോ, മറ്റേതിൻ്റെ അത്ര സോഫ്റ്റ് അല്ല, കാണാനും അത്ര രസമൊന്നുമില്ല. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം നമ്മൾ പുറത്തെടുക്കാൻ പോകുന്നത്. അടിപൊളി സാധനം. നല്ല സൂപ്പറായിട്ട് നല്ല റെഡി ആയിന്. നല്ല സോഫ്റ്റ് ആയിട്ട് നിന്റെ കൈമ കൊള്ളൂല. നിന്റെ കൈ എന്ന് പറഞ്ഞാണ്ട് പോവാ. ഈ കട്ട പോകുന്നു. ഔട്ട് വരിത്താന് ഇത് കിട്ടാഞ്ഞിട്ട് കാര്യമാണ് ഗായ്സ്. പിന്നെ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്ലൈം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കീപ് വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.